ഇന്ന് ലൈവ് കണ്ടോണ്ടിരുന്നപ്പോഴേ എന്നെ ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തിയ കാര്യം ഈ ആദില നൂറ ബോണ്ടാണ്. ഈ രാവിലത്തെ പിടിവലിക്കിടയില് നൂറയുടെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിഞ്ഞു. എന്റെ പൊന്നെ, ആദിലയുടെ ക്യാരക്ടറിൽ ഉണ്ടായ ഒരു ചേഞ്ച് ഉണ്ടല്ലോ. ഇവർ തമ്മിൽ ഇത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടെന്ന് ആ ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എപ്പിസോഡ് എല്ലാം കാണിക്കുമെന്ന് എനിക്കറിയില്ല. എന്റെ പൊന്നെ, ഒന്നും പറയാനില്ല. അതായത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ അമ്മക്കോഴി പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെയാണ് പിന്നെ ആ നിമിഷം തൊട്ട് ആദില നൂറയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ തൊഴിലാളികളുടെ കൂടെയാണല്ലോ ആദില നിൽക്കേണ്ടത്. പക്ഷെ നൂറയ്ക്കൊരു പ്രശ്നമെന്ന് വന്നപ്പോ പിന്നെ ഗെയിമും ടാസ്കും ബിഗ് ബോസും തേങ്ങ മാങ്ങ ഒന്നും ഇല്ലാന്നും പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആദില മാറുന്നത് നമുക്ക് വിസിബിൾ ആയിരുന്നു ലൈവില്. ഇത് മാത്രമല്ല, എന്നിട്ട് ഈ ആദില ഉണ്ടല്ലോ, ഈ ചുറ്റിക എടുത്തോണ്ട് ഈ ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോയിരുന്ന അടിക്കുന്ന സീനൊക്കെ ഉണ്ട്. ബിഗ് ബോസ് അത് പലതവണ ക്ലോസ് ഷോട്ട് ലൈവില് കാണിച്ചു. കാരണം അത് അത്രയും സൂപ്പർ ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആദിൽ ഇത് നിർത്തിയിട്ട് നോക്കും. അതായത് അക്ബറിന്റെ മറ്റുള്ളവരുടെ സൗണ്ട് ഉയരുന്ന സമയത്ത്, നൂറയ്ക്കെതിരെ ഉയരുന്ന സമയത്ത് ആദിലെ നോക്കും. ഞാൻ വിചാരിച്ചു ഇനി ചുറ്റിക വല്ലയിടത്ത് എറിയ അടിക്കുകയെല്ലാം ചെയ്യുമെന്ന് ഒരു ഘട്ടത്തിൽ തോന്നിപ്പോയി. സീരിയസ്ലി അത്രയും ദേഷ്യം ഇന്ന് ആദിലേക്ക് അവിടെ ഉള്ളവരോട് ഉണ്ടായിരുന്നു. നൂറയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ആദിൽ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ഗെയിമും ടാസ്കും ഒക്കെ വിട്ടേക്ക്, അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ ആ ഒരു ബോണ്ടിന്റെ ഒരു നേർചിത്രമായിരുന്നു. ചുമ്മാതല്ലെന്നേ, ലോകത്തിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അവരുടേതായ ഒരു ജീവിതം തെരഞ്ഞെടുത്തത് പറയാതിരിക്കാൻ പറ്റില്ല. എത്രത്തോളം ആ ഒരു പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ്, നൂറെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് ആദിലെ നിന്നത്. ആ ടാസ്ക് മുഴുവൻ ശരിക്കും ജിഷിന്റെയും ബിന്നിയുടെയും കോൺട്രിബ്യൂഷൻ, അത് തീർച്ചയായും ഞാൻ അതിനെ കുറിച്ച് വേറെ വീഡിയോ ചെയ്യും. ഇവിടെ പക്ഷെ ആദിലയുടെ ക്യാരക്ടറിൽ വന്നൊരു ചേഞ്ച് ആണ് അതിശയിപ്പിക്കുന്നത്. അതുവരെ നൂറടുത്തും ഇന്നലെ അക്ബറിക്ക ജോലി ചെയ്തു, സമയം നഷ്ടപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ന്യൂട്രൽ ആയിട്ട്, അവര് രണ്ട് കണ്ടസ്റ്റന്റ് ആണല്ലോ. അപ്പൊ ഒരാൾക്ക് ഫേവറേറ്റിസം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം അവരതുകൊണ്ട് രണ്ടുപേരും രണ്ട് വ്യക്തികളായിട്ട് തന്നെയാണ് നിന്നത്. പക്ഷെ നൂറയ്ക്കൊരു പ്രശ്നമെന്ന് വന്നപ്പോ ആദിലയുടെ സ്വഭാവം മാറി. പിന്നെ ആദില ഓരോരുത്തരും നോക്കുന്ന നോട്ടം കാണണം. ആ നോട്ടത്തിൽ മറ്റുള്ളവർ ദയിച്ചു പോകും. അമ്മാതിരി നോട്ടമാണ് അവിടെ നോക്കുന്നത്. ഞാൻ പറഞ്ഞ ചുറ്റിക കൊണ്ട് അടിക്കുന്ന ആ ഒരു അടിയുടെ സ്പീഡും അതിന്റെ വേഗതയും. അപ്പം നൂറയുടെ നേരെ എല്ലാരും കൂടെ തിരിഞ്ഞപ്പോ അതിലൂടെ സ്വഭാവം മാറിക്കളഞ്ഞു. എന്തായാലും അത് എപ്പിസോഡിൽ മിക്കവാറും കാണിക്കുമെന്ന് തോന്നുന്നു. കാരണം ലൈവില് ക്ലോസ് ഷോട്ട്സ് ആണ് കാണിച്ചത്. അപ്പൊ അത് എപ്പിസോഡിൽ കാണിക്കാൻ സാധ്യതയുണ്ട്. വെറുതെ അല്ലെന്നേ, ഇവരുടെ ബന്ധം തകർക്കുമെന്ന് നിവിൻ പറഞ്ഞപ്പോ ഇവർ ഇത്രയും സീരിയസ് ആയത്. അവർക്കിടയിൽ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. അത് മനസ്സിലാക്കാതിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നിവിൻ അവർക്കിടയിലേക്ക് വരുന്നു എന്ന് മനസ്സിലായപ്പോ അവരെ തമ്മിൽ തല്ലിക്കും തെറ്റിക്കും എന്നൊക്കെ പറഞ്ഞു വന്നപ്പോ അവരുടെ സ്വഭാവം മാറിയത് അതുകൊണ്ടാണ്. മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം.